എന്തൊരു അടിപൊളി വീടായത്. ഈ റൂമും തന്നെ എന്തൊരു ഭംഗിയാ. എവിടെ ഇരുന്ന് മഴയൊക്കെ കാണാൻ. എന്ത് വില കൊടുത്തും ഈ വീടും പറമ്പും ഒക്കെ സ്വന്തമാക്കണം. മമ്മി, എന്താ മോളെ, എന്ത് പറ്റി മോളെ? എന്തിനാ കരയുന്നേ? മമ്മി മമ്മി മോളെ ചിന്നു, എന്തിനാ അമ്മയുടെ മോള് കരയുന്നേ? എന്തുണ്ടായി? മമ്മി, ആ പാറു എന്റെ ചെവിക്ക് പിടിച്ച് തിരിച്ചു. എനിക്ക് വേദനിച്ചിട്ട് വയ്യ മമ്മി. അവൾ അത്രയ്ക്കായോ? എന്റെ മോളുടെ ചെവിക്ക് പിടിക്കാൻ മാത്രം ധൈര്യം അവക്ക് ഉണ്ടായിരുന്നോ? കാണിച്ചു കൊടുക്കാൻ ഞാൻ അവക്ക്. മമ്മി, അവക്ക് നല്ല അടി കൊടുക്കണം മമ്മി. അവൾ എന്റെ ചെവി പിടിച്ചിട്ട് എനിക്ക് വേദനിച്ചിട്ട് വയ്യ. മോള് വിഷമിക്കണ്ട, മോള് ഇവിടെ കിടക്ക്. അമ്മ പോയി അവക്ക് 4 എണ്ണം കൊടുത്തിട്ട് വരാം. എന്റെ മോളോട് അവളുടെ കളി. കുളിച്ചു കഴിഞ്ഞപ്പോ എന്റെ അപ്പുകുട്ടൻ ആള് സുന്ദരനായല്ലോ. അതെ അതെ, ഇപ്പൊ കാണാനേ ഷാരൂഖ് ഖാനെ പോലെ ഉണ്ട്. അമ്പടെ അവന്റെ ഒരു നാണം കണ്ടില്ലേ പാറു? എന്റെ പൊന്നപ്പുകുട്ടാ, നിന്നെ ഇനി സ്കൂളിൽ ചേർത്താൻ പോവാ. അവിടെ നിനക്ക് കുറെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിന്നെ കണ്ടാലേ പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കും. അതെ അതെ, ഇവന്റെ ഈ കുടുങ്ങിയുള്ള ചിരി കണ്ടാലേ എല്ലാ പെൺകുട്ടികളും ഇവന്റെ പിറകെ ആയിരിക്കും. നിനക്ക് ആരെയുടെ കല്യാണം കഴിക്കണ്ടേ? നിനക്ക് ആരെ കല്യാണം കഴിക്കാനാ ഇഷ്ടം? അമ്മനെ. എന്റെ പൊന്നപ്പുകുട്ട, അമ്മമാരാരെങ്കിലും കല്യാണം കഴിക്കോ? പൊട്ട, വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുക നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന വേറെ ഏതെങ്കിലും പെൺകുട്ടികളല്ലേ കല്യാണം കഴിക്കുക, അല്ലാതെ അമ്മമാരെയാണോ അവിടെ കല്യാണം കഴിക്കുക? അപ്പുകുട്ടിന് ഏറ്റവും ഇഷ്ടം അമ്മനെയാ. അതിന്റെ അപ്പുകുട്ട അമ്മനെ കല്യാണം കഴിച്ച. ഇവന്റെ കാര്യം കോമഡി തന്നെ. അവൻ അമ്മനെ ഭയങ്കര ഇഷ്ടപ്പെടും, അതുകൊണ്ടല്ലേ അവ ഇങ്ങനെ പറയുന്നേ. എടി പാറു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നിടി എന്റെ കുഞ്ഞിന്റെ ചെവിക്ക് പിടിക്കാൻ? നിന്നോടാ ചോദിച്ചത്. നീ എന്തിനാടി എന്റെ മോളുടെ ചെവിക്ക് പിടിച്ചേ? ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ട് പിടിച്ചതല്ല, അവളായിട്ട് ഇങ്ങോട്ട് വന്നേ ചോദിച്ചു വാങ്ങിച്ചതാ. അതെ ആന്റി, ഞങ്ങളായിട്ട് അങ്ങോട്ടൊന്നും വന്നില്ല, അവളായിട്ട് ഇങ്ങോട്ട് വഴക്കിന് വന്നതുകൊണ്ടാ. ഓ, നീയൊക്കെ വലിയ മഹതികള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലില് നിന്റെ കയ്യെങ്ങാനും എന്റെ കുഞ്ഞിന്റെ മേലെ ഉയർന്നാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെച്ചേക്കില്ല. എന്നാ പിന്നെ ആന്റിക്ക് അവളെ കൂടി ഇവിടുന്ന് പോയിക്കൂടെ? ഇത് ഞങ്ങളുടെ വീടല്ലേ, ആന്റി ഇതിവിടെ താമസിക്കുന്നത്. അത് നിങ്ങളെ വീടാണോ? ആരാ പറഞ്ഞ നിങ്ങളുടെ വീടാണെന്ന്? ഇത് ഗോപാലേട്ടന്റെ വീടാ. ഗോപാലന്റെ വീടെന്ന് പറഞ്ഞല്ലേ എനിക്ക് എന്റെ മോക്കും കൂടി അവകാശപ്പെട്ടതാ. എങ്ങനെ ആന്റി എന്റെ അച്ഛന്റെ വീട് ആന്റിക്കും മോക്കും അവകാശപ്പെടുന്നേ? ആന്റിക്ക് മോക്കുള്ളതേ ചിന്നുമോളുടെ അച്ഛന്റെ വീടല്ലേ? ഗോപാലേട്ടൻ തന്നെയാണ് ഈ ചിന്നുമോളുടെ അച്ഛൻ. ആന്റി മാത്രം പറഞ്ഞാൽ മതിയോ? അത് എന്റെ അച്ഛനോട് സമ്മതിക്കണ്ടേ? എനിക്ക് നാണില്ല ഇങ്ങനെയൊക്കെ ഇവിടെ ഒന്ന് പറയാൻ. ആന്റി കല്യാണം കഴിച്ചൊരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, അന്നേരമല്ലേ ചിന്നുമോൾ ഉണ്ടായത്. അവിടുന്ന് തെറ്റി പിന്നീട് ഡിവോഴ്സ് ആയി പോകുന്നത് പോരാ, മാനയായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങിയിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാ. എന്ത് പറഞ്ഞേ നീ? ആന്റി ആന്റി എന്തായി കാണിച്ചേ? ആന്റി എന്ത് ധൈര്യത്തിൽ അവളെ അടിച്ചേ? ആന്റി ആരാ അവളെ അടിക്കാൻ? മിണ്ടാതെ വായ അടക്കി നിന്നാലേ നിനക്കൊക്കെ ഇവിടെ ജീവിച്ചു പോവാം. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ സ്ഥാനേ പടിക്ക് പുറത്തായിരിക്കും. അവക്ക് കിട്ടിയ പോലെ ഒന്നേ നിനക്കൂടി ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ടടി. അടിക്കല്ല, ഇവളുമാരെയൊക്കെ കൊല്ലാൻ പോലും ഞാൻ മടിക്കത്തില്ല. പറഞ്ഞേക്കാം, അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയാമെങ്കിൽ മാത്രം കഴിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ തള്ളയും പിള്ളേരും എല്ലാരും കൂടി പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും. പറഞ്ഞേക്കാം ഞാൻ. എന്റെ മോളെ തല്ലേ എടി സുമി, നീയും ഗോപാലന്റെ അമ്മയും കൂടി ഇവിടെ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ഞാൻ കണ്ണടച്ച് നിൽക്കുന്നതേ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. രണ്ടിനും ഇവിടെ ഇറക്കി വിടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. വേണ്ട, കുടുംബമല്ലേ, സമാധാനമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അടങ്ങി നിൽക്കുമ്പോ നിങ്ങളൊക്കെ എന്റെ തല കയറി വരകാണോ? നീയും ആ തലയും കൂടി ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞാൻ സഹിക്കുന്നതേ ഗോപാലേട്ടനെ ഒരാളെ വിചാരിച്ച് മാത്രം. നിങ്ങൾ എന്നെ അപമാനിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും കളിയാക്കുന്നതും ഒക്കെ ഞാൻ സഹിക്കടി. പക്ഷെ എന്റെ മക്കൾക്ക് നേരെ എങ്ങാനും ചെറു വിരല് നീയൊക്കെ അനക്കിന്ന് അറിഞ്ഞാണ്ടല്ലോ, ഞാൻ ഭദ്രകാളിയാവും. ഞാൻ ഭദ്രകാളി, പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് ഇറങ്ങി പോക്ക ഇവിടുന്ന്. അതാ നിനക്ക് നിന്റെ മോക്ക് നല്ലത്. നീ എന്നെ തല്ലാറായല്ലേ? കാണിച്ചു തരാടി. ഇനി നീയും ഗോപാലേട്ടനും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നതേ എനിക്കൊന്ന് കാണണോടി. എന്താന്ന് വെച്ചാ പോയി ചെയ്യടി. അയ്യേ, അമ്മേന്റെ കുട്ടി കരയാ? കരയില്ലേ? സാരമില്ല കേട്ടോ, കരയില്ലേ. അമ്മേനെ മോള് കണ്ണു തുടയ്ക്കാൻ, ഇല്ലെങ്കിൽ അമ്മയ്ക്കും കരച്ചിൽ വരികയെ. അമ്മ എന്തൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നേ? ആന്റി എന്തൊക്കെ ഇവിടെ വന്ന് പറഞ്ഞേന്ന് അമ്മ കേട്ടോ? മക്കളെ, നിങ്ങൾ അതൊന്നും കാര്യാക്കണ്ട. 2 കൈയും കൂടെ കൊട്ടിയാലല്ലേ മക്കളെ ശബ്ദം ഉണ്ടാവത്തുള്ളൂ. ഇങ്ങനെ വിചാരിച്ച് ഒന്നും മിണ്ടാതിരുന്നിട്ടാ എല്ലാരും കൂടി നമ്മുടെ തല കയറുന്നേ. ആന്റിക്ക് എന്ത് അധികാരം ഉണ്ടായിട്ട് അമ്മേ നമ്മുടെ പാറുവിനെ അടിച്ചത്? കുട്ടി, ആ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അവൻ ആകെ പേടിച്ചിരിക്കാം. മോനെ, മോൻ പേടിച്ചു പോയോ? ആന്റി എന്തിനാ അമ്മ എന്റെ ചേച്ചീനെ അടിച്ചേ? അപ്പൊ പേടിയാവുന്നുണ്ട്. അമ്മന്റെ മോൻ എന്തിനാ പേടിക്കുന്നേ? ആന്റി അമ്മ വഴക്ക് പറഞ്ഞില്ലേ? അവര് വീട്ടിൽ വേണ്ട അമ്മ, അപ്പുക്കുട്ടിന് പേടിയാ. അവരും ആ ചിന്നു ഇവിടെ വേണ്ട അമ്മ, അവരെ ഇറക്കി വിട്. അമ്മ അച്ഛനോട് പറയാട്ടോ അവരെ ഇറക്കി വിടാൻ. അപ്പുക്കുട്ടി ഇപ്പൊ വിഷമിക്കല്ലേ, ചിരിച്ചേ, ടെൻഷനൊക്കെ കഴിഞ്ഞേ. അമ്മ ആദ്യമേ ഇതുപോലെ അവരോട് പ്രതികരിച്ചിരുന്നെങ്കിലേ അവരാരും അമ്മയെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു അമ്മ. അമ്മ വിചാരിക്കുന്നത് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോന്നാ. അങ്ങനെ വിചാരിച്ച് എന്തൊക്കെയാ അവര് പറയുന്നതെന്ന് അറിയാമേ? ചിന്നുമോളുടെ അച്ഛനെ നമ്മുടെ അച്ഛനാണെന്ന് അവര് പറയുന്നേ. അതെ അമ്മേ, സത്യമാ. അവരിവിടുന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ ചിന്നുമോളുടെ അച്ഛൻ നമ്മുടെ അച്ഛനാണെന്ന്. മക്കളെ, നിങ്ങൾ അതൊന്നും കാര്യാക്കണ്ട. അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ പല നുണകളും അവർ പറഞ്ഞുണ്ടാക്കും. അതൊന്നും സത്യമല്ല മോളെ.
സത്യമല്ലെന്ന് ഞങ്ങൾക്ക് അറിയാമേ. എന്നാലും ഞങ്ങൾക്ക് ആകെ ടെൻഷൻ ആവുക. അവര് ഞങ്ങളുടെ അച്ഛനെ തട്ടിയെടുക്കും അമ്മേ. അതെ അമ്മേ, ഞങ്ങൾക്ക് പേടിയാവുക. അവര് നമ്മുടെ അച്ഛനെ തട്ടിയെടുക്കും. അമ്മ ഇനിയെങ്കിലും അവരുടെ അടിമയായിട്ട് ജീവിക്കാതെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും. അച്ഛമ്മയോടായാലും ശരി, ആന്റിയോടായാലും ശരി. എന്നിട്ട് എത്ര പെട്ടെന്ന് ആന്റി ഇവിടുന്ന് ഇറക്കി വിടാമേ. അതെ അമ്മേ, ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ നമുക്ക് നഷ്ടമാവും. ഇല്ല മക്കളെ, അമ്മ അതിന് ഒരിക്കലും അനുവദിക്കില്ല. അമ്മയ്ക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. മക്കൾ വിഷമിക്കണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കും. അമ്മ പോയി അച്ഛനോട് 2 വാക്ക് സംസാരിച്ചിട്ട് വരാം. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. ടിന്റുമോന്റെ ഒരു കാര്യം ചിരിച്ച് ചത്തു മനുഷ്യൻ. ഗോപാലേട്ടാ, എന്താ സലു? മനുഷ്യന്റെ പാതി ജീവനൊക്കെ കളഞ്ഞല്ലോ. നിനക്കെന്താ വല്ല ബാധ്യം കയറിയ? എന്റെ ഫോണും താഴെ പോയി. നിങ്ങളുടെ ഒടുക്കത്തെ ഫോണ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്താ സലു, എന്താ പറ്റി? നീ എന്താ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? എന്താ കാര്യം പറ. എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാ. നിങ്ങളുടെ ഈ മൗനം തന്നെയാ എല്ലാത്തിനും കാരണം. ഞാൻ എന്ത് ചെയ്തു സുലു നീ പറയുന്നേ? ഓ, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ അമ്മ എവിടേക്ക് ഒരുത്തിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടല്ലോ സുമി. അവളെ അവളുടെ മോളെയും കൂടെ ഈ കുടുംബം കുട്ടിച്ചോറാകുന്ന എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. എന്താ സുലു, എന്താ കാര്യം എന്ന് പറ. മനുഷ്യൻ, ഞാനൊരു കാര്യം ചോദിച്ചേക്കാം. സത്യസന്ധമായിട്ട് എന്നോട് മറുപടി പറഞ്ഞേ തീരൂ. ആദ്യം നീ ചോദിക്കേ, എന്നിട്ടല്ലേ. നിങ്ങളാണോ ചിന്നുമോളുടെ അച്ഛൻ? എന്താ സുലു, നിനക്ക് പ്രാന്തായോ? നീ എന്താ ചോദിച്ചതെന്ന് എനിക്കറിയോ? എനിക്ക് നല്ല ബോധ്യമുണ്ട്. നല്ല ബോധത്തോടെ തന്നെ ഞാൻ ചോദിച്ചതും. മറുപടി എനിക്ക് വേണ്ടത്. എന്റെ പൊന്നു സുലു, ആ സുമി എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് പോയി എത്ര വർഷം കഴിഞ്ഞ്? അവളെ അവളുടെ കെട്ടിയവനായിട്ട് പിരിഞ്ഞു വന്ന് ഇവിടെ വന്നു നിർത്തി ആ കൊച്ചിന്റെ അച്ഛൻ എന്നെ ആക്കാണോ നീ? ഞാനാക്കിയതല്ല, അവളെ തന്നെയാ പറഞ്ഞത്. അവളെ എന്നോടല്ല പറഞ്ഞത്. നിങ്ങൾ 2 പെൺകൊച്ചുങ്ങളുണ്ടല്ലോ, അതുങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ അവളുടെ മോള് ചിന്നുവിന്റെ അച്ഛൻ നിങ്ങളാണെന്ന്. എന്റെ സുലു, നീ എന്തൊക്കെയാ പറയുന്നേ? അവൾ അങ്ങനെ പറഞ്ഞോ? പിന്നെ നിങ്ങളുടെ മക്കളെന്ന് പറഞ്ഞാൽ എത്ര ചെറുതൊന്നല്ല. നിങ്ങളുടെ മൂത്ത മോളെ +2 പഠിക്കുന്നത്. അതിനുള്ള വിവരം പക്വതയൊക്കെ അവൾക്കുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ അവർക്ക് മനസ്സിലാവും. 6 ആണേലും 7ാം ക്ലാസ്സിലാ. അത്രയും പ്രായമുള്ള മക്കളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണ് അവൾ പറഞ്ഞേ. ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളും നിങ്ങളുടെ അമ്മയും തന്നെയാ. അത് നിർത്ത്. ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. സുമി, സുമി, ഗോപാല, എന്താ മോനെ, നീ വിളിച്ചോ? അതിന് നിങ്ങളാണോ സുമി? ഞാൻ നിങ്ങളല്ലല്ലോ വിളിച്ചേ, സുമീനല്ലേ? അത് ശരി. അപ്പൊ നിനക്കിപ്പോ സുമീനെ കാണാതെ നിൽക്കാൻ വയ്യെന്നായല്ലേ? ഗോപാലേട്ടൻ എന്നെ വിളിച്ചോ? ഗോപാലേട്ടന്റെ ഒരു വിളി കേൾക്കാനായിട്ട് ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഗോപാലേട്ടാ. എടി സുമി, നീ എന്താ എന്റെ പിള്ളേരോട് പോയി പറഞ്ഞത്? അയ്യോ, എന്താ ഗോപാലേട്ടാ, എന്തിനാ ഇത്ര ദേഷ്യം? എടി നിന്നോടാ ചോദിച്ചേ, നീ എന്താ പാറുനോടും പ്രിയനോടും പോയി പറഞ്ഞേ? എടി നിന്റെ കൊച്ചിന്റെ അച്ഛൻ ഞാനാണോന്ന്? അങ്ങനെ എന്തിനാ നീ അവരോട് പറഞ്ഞേ? അയ്യോ, അത് പിന്നെ ഗോപാലേട്ടാ, ഞാനൊരു തമാശക്ക് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ. പിന്നെ തമാശക്ക് പറയാൻ പറ്റിയ കാര്യമാണല്ലോ. അവരെ എന്റെ പിള്ളേരാ. അവരുടെ മുഖത്ത് നോക്കി വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ നീ ഗോപാലന്റെ തനി സ്വഭാവം നീ അറിയും. ഞാൻ പറഞ്ഞേക്കാം. എന്താ മോനെ, നീ ഇങ്ങനെയൊക്കെയാണോ സുമിമോളോട് സംസാരിക്കുന്നത്? അവള് പറഞ്ഞെങ്കിൽ തന്നെ അത് ഇത്ര തെറ്റുള്ള കാര്യങ്ങളും ആണോ മോനെ? ഞാൻ അമ്മ വെറുതെ എന്റെ വായിൽ നിൽക്കുന്നത് കേൾക്കണ്ടെങ്കിൽ ഏത്ത് കയറി പോയിക്കോ. വല്ലവന്റെ കൊച്ചിന്റെ അച്ഛനാവാനേ എന്നെ കിട്ടത്തില്ല. പിന്നെ സുമി, നീ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് നിനക്ക് തിരിച്ചു പോവാം. അല്ലാതെ എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് നീ വന്നതെങ്കിൽ അത് നടപ്പില്ല. അങ്ങനെ എന്തെങ്കിലും നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിലേ ഇന്ന് എന്നെ പാക്ക് ചെയ്തോ, നീ നിന്റെ മോളുമായിട്ട്. ഗോപാലേട്ടാ, അമ്മേ, ഗോപാലേട്ടൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? എല്ലാത്തിനും കാരണം ഇവളുടെ തലയുടെ മന്ത്രം മോളെ. ഇവളില്ലാത്തതൊക്കെ പൊടിപ്പ് നൊങ്ങിൽ വെച്ച് പറഞ്ഞു കൊടുത്തിട്ടാ എന്റെ മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ അവൻ ഒരിക്കലും മോളോട് ഇങ്ങനെ ദേഷ്യപ്പെടില്ല. ഓ, നിനക്ക് വലിയ സന്തോഷായല്ലേടി. ഗോപാലേട്ടൻ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞു കരുതി എനിക്കൊരു നഷ്ടവും ഇല്ലടി. നിന്നെയും ഗോപാലേട്ടനും പിരിക്കാതെ എനിക്ക് ഇനി സ്വസ്ഥത ഇല്ലടി. നോക്കിക്കോ. നീ എന്ത് വേണമെങ്കിലും ചെയ്തോടി. എന്നെ എന്റെ ഭർത്താവിനെയും തമ്മിൽ പിരിക്കാൻ നിന്നെ കൊണ്ടൊന്നല്ല, മറ്റാരെ കൊണ്ട് കഴിയില്ലടി. സുലു, നീ ആരോടെ ഇങ്ങനെ അധിക പ്രസംഗം സംസാരിക്കുന്നത് നിനക്കറിയോ? എത്ര നാളെ ഞാൻ നിങ്ങളോടെ മര്യാദയുടെ ഭാഷയിലേ സംസാരിച്ചിട്ടുള്ളൂ. ഇനി സുലുവിന്റെ മറ്റൊരു മുഖം എടുപ്പിക്കരുത് എന്നെ കൊണ്ട്, പറഞ്ഞേക്കാം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരേടാ. ഈ നട്ടപ്പാതിരക്ക് തന്നെ ആ പ്രിയയുടെ വീട്ടിലേക്ക് പോയിട്ട് എന്തുണ്ടാക്കാനാടാ? നമുക്കൊന്ന് വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാടാ. പോടാ, എനിക്ക് ഇന്ന് തന്നെ അവളെ കാണണം. ഇന്ന് തന്നെ അവളുടെ മറുപടിയും കിട്ടണം. മറുപടിയൊക്കെ ഈ രാത്രി താങ്ങൂടാ. അവളുടെ അച്ഛന്റെ കയ്യിൽ നിന്നായിരിക്കും മറുപടി കിട്ടുക ഈ നട്ടപ്പാതിരക്ക് കയറി ചെന്നാല്. ഓ, അവളുടെ അച്ഛൻ എന്നെ വലിയ കാര്യാടാ. വലിയ കാര്യം. ഓടിച്ചല്ലേ, ഇപ്പൊ തന്നെ മോളെ കെട്ടിച്ചേരും നിനക്ക്. ചുമ്മാ കണകണാന്ന് പറയാതെ നീ നടക്കടാ. എടാ, എനിക്കത് പേടിയാവുന്നതാ. ഒരുമാതിരി പ്രേതത്തിന്റെ സൗണ്ടും മാത്രമല്ല പാലപ്പൂവിന്റെ മണവും വരുന്നുണ്ടടാ. തുടങ്ങി. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ കണ്ട പ്രേത സിനിമയൊന്നും വലിച്ചു കയറി കാണണ്ടാന്ന്. അത് പിന്നെ എന്ത് ചെയ്യാനാടാ, പ്രേത സിനിമ എന്റെ ഒരു വീക്ക്നെസ് ആയി പോയില്ലേ? പിന്നെ പ്രേതൊന്ന് പകുതി കേൾക്കുന്നതിന് മുന്നേ ബോധം പോകുന്ന നിനക്കല്ലേ പ്രേത സിനിമ വീക്ക്നെസ്. മിണ്ടാതെ നടക്കടാ മര്യാദക്ക്.